മേഘങ്ങളെ തൊട്ടു പറന്നും കായൽപ്പരപ്പിൽ പാഞ്ഞും മെട്രോ വേഗത്തിൽ കുതിച്ചും കൊച്ചിയെ അറിഞ്ഞും ആഘോഷിച്ചും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. പത്തനംതിട്ട പ്രകാശധാര സ്പെഷ്യൽ സ്കൂളിൽ 35 പേർക്ക് അനുഭവം തീർത്തും സ്പെഷ്യലായിരുന്നു. ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മാർ സറാഫിം മുൻകൈയെടുത്താണ് ഈ വിദ്യാർത്ഥികളുടെ ഒരുപക്ഷെ ഒരിക്കലും നടക്കാനിടയില്ലാത്ത ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. ഒരു തവണയെങ്കിലും വിമാനത്തിൽ കയറണം, ആകാശ നീലിമയുടെ ഭംഗി ആസ്വദിച്ച് പറന്നുയരണം. ആദ്യമായി വിമാനം അടുത്തു കണ്ടതിന്റെ അതിൽ കയറിയതിന്റെ സന്തോഷത്തിലാണ് പത്തനംതിട്ട പ്രകാശധാര സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ. പുലർച്ചെ 5-ന് പത്തനംതിട്ടയിൽ നിന്ന് KSRTCയുടെ പ്രത്യേക ബസ്സിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിച്ചു. പിന്നാലെ കൊച്ചിയിലേക്ക് വിമാനത്തിൽ. നല്ല യാത്രയായിരുന്നു. ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. പ്ലെയിനിൽ കയറി സന്തോഷമായി. ആദ്യമായിട്ടാണ് പ്ലെയിനിൽ കയറുന്നത്. യാത്ര നല്ല സുഖമായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. ആദ്യമായിട്ടാണ് കയറുന്നത്. സന്തോഷം, എല്ലാവരും സന്തോഷം. നെടുമ്പാശ്ശേരിയിൽ പറന്നിറങ്ങിയ ശേഷം ആലുവയിൽ നിന്ന് മെട്രോയിൽ വൈറ്റിലയിലേക്ക്. ആ അതിവേഗ യാത്രയും അവർക്ക് വേറിട്ട അനുഭവമായി. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് കാക്കനാട്ടേക്കുള്ള വാട്ടർ മെട്രോ റൈഡ് ഇതുവരെ കാണാത്ത പുതുപുത്തൻ കാഴ്ചകളാണ് സമ്മാനിച്ചത്. ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മാർ സറാഫിമാണ് സ്കൂളിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് കുട്ടികൾക്കായി ആകാശയാത്ര എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഒരു സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ്. ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ സാധിച്ചത് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്. ഇതൊരു സന്ദേശം നമുക്ക് നൽകാനായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആരും ദൂരസ്ഥരല്ല, എല്ലാവരും സമീപസ്ഥരാണ്. എല്ലാവരെയും നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച്, പ്രത്യേകിച്ച് അവസരങ്ങൾ ലഭിക്കാത്തവർക്കൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ അവസരങ്ങൾ നൽകാൻ സാധിച്ചാൽ അത് അവരുടെ ജീവിതത്തിന് നൽകുന്ന വലിയൊരു സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു മനുഷ്യജീവിതത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്ന ചുറ്റുവട്ടം നിൽക്കുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും സന്തോഷം നൽകുകയും ചെയ്യുന്നതൊക്കെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അത് ഇതിലൂടെ സാധ്യമാകുന്നുണ്ട്. വിമാനയാത്രയ്ക്കായുള്ള 6 ലക്ഷം രൂപ സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് കണ്ടെത്തിയത്. പക്ഷെ ഞങ്ങൾ അപ്രാപ്യമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫ്ലൈറ്റ് യാത്ര. അത് ഈ 25ാമത്തെ വർഷത്തിൽ യാഥാർത്ഥ്യമായി തീർന്നു. അതിനുവേണ്ടി ഞങ്ങളുടെ തിരുമേനിയും ഇതിന്റെ പ്രവർത്തകരെല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു, പ്രവർത്തിച്ചു. കൊച്ചിയിലെ നഗരക്കാഴ്ചകൾ കണ്ട രുചി വൈവിധ്യങ്ങൾ ആസ്വദിച്ച് മനസ്സും വയറും നിറച്ച് അവർ മടങ്ങി. മനോരമ ന്യൂസ്, കൊച്ചി.